ആഭ്യന്തരമന്ത്രിയുടെ വാക്കും കേട്ട് പൂങ്കുഴലി മാഡം ഓടിച്ചെന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ പിടിച്ചു. ഇപ്പോ എങ്ങനെയെങ്കിലും രാഹുലിൽ നിന്ന് ജാമ്യം കിട്ടിയാൽ മതിയെന്നാണ് കേരള പോലീസ്, പ്രത്യേകിച്ച് SIT ചിന്തിക്കുന്നത്. അതായത് രാഹുലിനെതിരെ പരാതി പറയാൻ പോലും മൂന്നാമത്തെ അതിജീവിതയായ കാനഡക്കാരി കേരളത്തിലേക്ക് വരാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് ചില കാര്യങ്ങൾ മറയ്ക്കാൻ രാഹുലിനെ പിടിച്ചകത്തിട്ടു. ഉഭയകക്ഷി സമ്മതപ്രകാരമാണ് തങ്ങൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടത് എന്നാണ് രാഹുൽ മാങ്കൂട്ടം തെളിവുകൾ ഉൾപ്പെടെ കോടതിയിൽ ഹാജരാക്കിയത്. കഴിഞ്ഞ ദിവസം രാഹുലിന്റെ സുഹൃത്ത് ഫെനി നൈനാൻ കുറച്ച് ചാറ്റുകളൊക്കെ പുറത്തുവിട്ടിരുന്നു. അതിൽ 2024 തന്നെ 3 മണിക്കൂർ റൂമിലിട്ട് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ അതിജീവിത 2025 രാഹുൽ മാങ്കൂട്ടത്തെ കാണണമെങ്കിൽ ഓഫീസിലേക്ക് വരുമെന്ന് പറഞ്ഞപ്പോൾ പറ്റില്ല, എനിക്ക് ഒറ്റയ്ക്ക് 3-4 മണിക്കൂർ സമയം ചിലവഴിച്ച് കാണേണ്ട കാര്യമാണ്, അതുകൊണ്ട് MLA കാർ പോലും വേണ്ട, താൻ വന്ന കാറിൽ ഡ്രൈവ് പോവുകയോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും പോവുകയോ ചെയ്യാം എന്ന് പറയുന്ന ചാറ്റുകൾ അടക്കമാണ് ഫെനി നൈനാൻ പുറത്തുവിട്ടിരിക്കുന്നത്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്, തിരഞ്ഞെടുപ്പ് സമയത്ത് ഇത്തരത്തിൽ ചില ഗിമിക്കുകൾ കാണിച്ചുകൊണ്ട് നടത്തിയ ചില കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ എങ്ങനെയെങ്കിലും ഈ ശബരിമലയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയായി നിൽക്കുന്നത്. ആ വിഷയത്തിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ മാറ്റണം. അതിന് ഏറ്റവും കൂടുതൽ ജനങ്ങളുടെ ശ്രദ്ധ മാറ്റണമെങ്കിൽ കുറെ ആളുകൾ ഈ അവിഹിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വല്ലാത്ത ഉത്സാഹം കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് റേറ്റിംഗ് ഒക്കെ പലപ്പോഴും ചാനലുകൾക്ക് ഈ രാഹുൽ മാങ്കൂട്ടം വിഷയം വരുമ്പോൾ കൂടുന്നത്. ഇതിന്റെ വോയിസ് ക്ലിപ്പ് കേൾക്കാനും ചാറ്റുകൾ കാണാനും അതിജീവിത ആര് എന്നറിയാനും ഒക്കെ വല്ലാത്തൊരു ത്വര മലയാളികൾക്കുണ്ട്. അത് മുതലെടുത്തുകൊണ്ടാണ് പിണറായി വിജയൻ, ആഭ്യന്തരമന്ത്രി കൂടിയായ പിണറായി വിജയൻ, രാഹുൽ മാങ്കൂട്ടം, ഒരുപാട് വിഷയങ്ങൾ കേരളത്തിലുണ്ട്, ഒരുപാട് കൊച്ചു കുട്ടികളടക്കം ഇവിടെ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് ആളുകൾ അഭിമുഖീകരിക്കുന്നുണ്ട്. അതിലൊന്നും ശ്രദ്ധ കൊടുക്കാതെ ഉഭയകക്ഷി സമ്മതപ്രകാരം നടന്ന ഒരു ലൈംഗിക ബന്ധത്തിൽ ഇങ്ങനെ ഓടി നടന്ന രാഹുൽ മാങ്കൂട്ടത്തെ പിടിക്കാനായി നടക്കുന്നത് എന്നുള്ളതാണ്. ഈ ആദ്യത്തെ അതിജീവിത രംഗത്തെത്തി ആദ്യത്തെ, രണ്ടാമത്തെ, മൂന്നാമത്തെയും കേസിന് സമാനമായ സ്വഭാവങ്ങളാണ്. അതായത് ആദ്യത്തെ കേസിൽ പറയുന്നത് ക്രൂരമായി ബലാത്സംഗം ചെയ്തു, നിന്റെ കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞു, അതിനുശേഷം ഗർഭചിത്രണം നടത്തി എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ കേസിലും ഇതേ ആവർത്തനം തന്നെയാണ്, മൂന്നാമത്തെ കേസിലും ഇതേ ആവർത്തനം തന്നെയാണ്. ഈ മൂന്നാമത്തെ കേസിലെ കാനഡക്കാരി ഞാൻ എല്ലാം തുറന്നു പറയാൻ തയ്യാറാണ്, ഞാൻ മജിസ്ട്രേറ്റിന്റെ മുന്നിൽ വരാൻ തയ്യാറാണ്, ഞാൻ SITയുടെ മുന്നിൽ വന്ന് പരാതി നൽകാൻ തയ്യാറാണ് തുടങ്ങിയ കാര്യങ്ങളാണ് അവർ പറഞ്ഞത്. പിന്നീട് പോലീസ് അവരെ ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോൾ അവർ ഫോൺ എടുക്കുന്നില്ല, അവർ കേരളത്തിലേക്ക് വരാൻ തയ്യാറല്ല, താൻ ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യവുമായി മുന്നോട്ട് പോകാൻ തയ്യാറല്ല എന്നാണ് പറയുന്നത്. ഇവിടെയാണ് പോലീസ് ഇപ്പോ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്നത്. അതായത് ആഭ്യന്തരമന്ത്രിയായ പിണറായി വിജയന്റെ വാക്ക് കേട്ട് വയ്യാവൈലി എടുത്ത് പെടലേക്ക് വെച്ചതുപോലെ ആയ അവസ്ഥയിലാണ് ഇപ്പോ കേരള പോലീസ് എന്ന് പറയുന്നത്. എന്തായാലും ഈ കേസുകളിലൊക്കെ ഈസിയായി രാഹുൽ മാങ്കൂട്ടം ഊരി വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം രാഹുൽ ഒരു രാഷ്ട്രീയക്കാരനാണ്, അതിലും ഉപരി നല്ല തലയ്ക്കകത്ത് ആള് താമസമുള്ള ഒരു രാഷ്ട്രീയക്കാരൻ കൂടിയാണ്. അയാൾക്കറിയാം നാളെ ഏതെങ്കിലും തരത്തിൽ തന്റെ രാഷ്ട്രീയ ജീവിതം ഇല്ലാതാക്കാൻ, തന്റെ ജീവിതം തന്നെ നശിപ്പിക്കാൻ തനിക്കൊപ്പം സമയം ചിലവഴിച്ചവരും തന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് രംഗത്തെത്തിയവരും അത് മുതലെടുത്ത് വന്നവരുമൊക്കെ നാളെ പണിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ചാറ്റ് അവർ മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടം സൂക്ഷിച്ചു വെച്ചിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെയാണ് പോലീസ് ഫ്ളാറ്റിൽ നിന്ന് ആ വീഡിയോ ഒക്കെ ഇപ്പോൾ സൈബർ സഹാക്കൾ എടുത്തിട്ട് അർമാദിക്കുകയാണ്. അതായത് രാഹുലിനെ പിടിച്ചുകൊണ്ട് പോകുന്നത്, ഇങ്ങനെ ഒരു കാഴ്ച ഇനി കാണാൻ സാധിക്കില്ല എന്നൊക്കെ പറയുന്നതും, അയാൾ പുഞ്ചിരിച്ചുകൊണ്ടാണ് പോലീസിനോടൊപ്പം ഇറങ്ങിപ്പോകുന്നത്. എന്തോ കൊലക്കുറ്റം ചെയ്ത ഒരു കൊലയാളിയെ പോലെയാണ് രാഹുൽ മാങ്കൂട്ടത്തെ കൊണ്ടുപോകുന്നത്. അയാൾ ചെയ്തത് ശരിയാണെന്ന് പറഞ്ഞ് അയാളെ വെള്ള പൂശുന്നതല്ല. ഇതിൽ ഒരുപക്ഷെ ആത്മാർത്ഥമായി അയാളെ സ്നേഹിച്ച് വഞ്ചിക്കപ്പെട്ട പെൺകുട്ടികൾ ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. അങ്ങനത്തെ പെൺകുട്ടികളുണ്ട്. അവര് പലപ്പോഴും രംഗത്ത് വരാനോ, തനിക്ക് എല്ലാം നഷ്ടപ്പെട്ടു, കുഞ്ഞിനെ വരെ നഷ്ടപ്പെട്ടവരുണ്ട്, അപ്പോ എല്ലാം നഷ്ടപ്പെട്ടു, അപ്പോൾ ഇനി അതും പറഞ്ഞ് അയാളെ തേജോവധം ചെയ്തിട്ടോ, കാരണം താനും കൂടി ഇഷ്ടപ്പെട്ടാണ് അയാളോടൊപ്പം വന്നത്, അതിനുശേഷം ചെന്ന് അയാളെ തേജോവധം ചെയ്തിട്ടോ, കേസെന്ന് പറഞ്ഞുകൊണ്ട് തന്റെ വോയിസ് ക്ലിപ്പ് ഇട്ട് കുറെ ഗിമിക്ക് കാണിച്ചിട്ടോ, ഇതൊന്നും ഇല്ലാത്ത കാര്യമാണ്, ഇതൊന്നും വേണ്ടാത്ത കാര്യമാണ്. അതുകൊണ്ട്
എല്ലാം പോട്ടെ എന്ന് വെച്ച് ജീവിക്കുന്ന ആളുകളുമുണ്ട്. എല്ലാവരും അങ്ങനെ ജീവിക്കണം എന്നല്ല പറയുന്നത്. സ്വാഭാവികമായും ഒരു പുരുഷൻ നമ്മളോടൊപ്പം സമയം ചെലവഴിക്കാൻ അല്ലെങ്കിൽ നമ്മളെ പിന്നെ സൗഹൃദത്തിൽ കണ്ടതിന് ശേഷം നമ്മളോട് അപമര്യാദയായി പെരുമാറുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പ്രതികരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു 3 മണിക്കൂർ ഒരാൾ നമ്മളെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്തു, അത് കഴിഞ്ഞ് അയാൾ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. അയാൾ ഇറങ്ങിപ്പോകുന്ന തൊട്ട് അടുത്ത നിമിഷം നമുക്ക് നമ്മളെ ഫ്രണ്ട്സിനെ വിളിക്കാം, അല്ലെങ്കിൽ നിയമ സംവിധാനം വിളിക്കാം. ഇപ്പൊ മുഖ്യമന്ത്രി പിണറായി വിജയൻ എല്ലാവർക്കും, എല്ലാ സ്ത്രീകൾക്കും സുരക്ഷ ഒരുക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ്. ഇപ്പോ ഇടുക്കി വണ്ടിപ്പെരിയാറിൽ ഒരു 4 വയസ്സുകാരിയായ ഒരു പെൺകുട്ടി ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കെട്ടി തൂക്കിയിട്ട് അവനെ വെറുതെ വിട്ട് അവനെ വിളിച്ച് ഇന്റർവ്യൂ ഒക്കെ എടുത്ത ഒരുപാട് മഹാന്മാർ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. ആ കുഞ്ഞിന്റെ ജീവന്, ആ പിഞ്ചു കുഞ്ഞിന്റെ മാനത്തിനൊക്കെ ഇവനൊക്കെ എന്ത് വില വെച്ചു എന്ന് ആ സമയത്ത് തോന്നിപ്പോയി. പിന്നെ കരുതി അന്നമാണ് എല്ലാവർക്കും പ്രധാനം, അന്നത്തിനപ്പുറം ആരുടെ ജീവനും ആരുടെ ജീവിതത്തിനും മാധ്യമ പ്രവർത്തനത്തിൽ ഒരു വിലയും ആരും കൽപ്പിക്കാറില്ലെന്ന് ആ സമയത്താണ് എനിക്ക് ബോധ്യപ്പെട്ടത്. എന്തായാലും അതുപോലെ എത്ര കാര്യങ്ങൾ, വണ്ടിപ്പെരിയാറിലെ പെൺകുട്ടികൾ അവിടെ CBI കണ്ടെത്തി, അമ്മയും അച്ഛനും ഒക്കെ അതിൽ ഉണ്ടാകാം, ഇല്ലായിരിക്കാം. പക്ഷെ എങ്കിൽ പോലും ആ 2 പിഞ്ചു കുഞ്ഞുങ്ങൾ അനുഭവിച്ച വേദനയ്ക്കൊപ്പം നിൽക്കാൻ ഇവിടുത്തെ ഏതെങ്കിലും ഫെമിനിസ്റ്റ് എന്ന് നടക്കുന്നവരോ, മമ്മൂട്ടിയുടെ സിനിമകൾ ഇന്റർമീനിങ് ഉണ്ട് അതുകൊണ്ട് ആ സിനിമ വല്ലാതെ സമൂഹത്തെ ബാധിച്ചു എന്ന് പറയുന്നവരോ ആരും ഈ പിന്നെ പെൺകുട്ടികൾക്ക് വേണ്ടി ഈ ഘോരമായി പ്രസംഗിക്കുന്നതോ വിളിക്കുന്നതോ ഈ ഡോക്ടർമാരും നേഴ്സുമാരും അല്ലെങ്കിൽ എഞ്ചിനീയർമാരും ആകേണ്ടതാണെന്ന് പറഞ്ഞ് തലയിൽ ചുറ്റിക്കൊണ്ട് മൈക്കിന്റെ മുന്നിൽ വന്ന് ആളുകൾ കാണാൻ കരഞ്ഞു നിലവിളിച്ച കുറെ ചേച്ചിമാരുണ്ട്. ഇവരാരും കരയുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. അതായത് രാഹുൽ ഇപ്പൊ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ എതിർപക്ഷത്തിരിക്കുന്ന ആർക്കെങ്കിലുമാണ് ഇത്തരത്തിൽ അനുഭവമെങ്കിൽ തീർച്ചയായിട്ടും അവരും പെരുമാറുന്നത് ഇങ്ങനെ തന്നെയാകും. ഇവിടെ സ്ത്രീക്ക് സുരക്ഷിതത്വം കിട്ടണമെന്നോ, സ്ത്രീക്ക് ഇനി നാളെ മുതൽ ഒരു അതിജീവിതമാരിവിടെ ഉണ്ടാകരുതെന്നോ ആരും ചിന്തിക്കുന്നില്ല. അത് അതിജീവിതമാരുണ്ടാകണ്ട എന്ന് ചിന്തിക്കേണ്ടത് അവനവൻ തന്നെയാണ്. അല്ലാതെ എല്ലാം കൊണ്ടുവന്ന് നമ്മൾ ആർക്കെങ്കിലും ഒക്കെ കൊടുത്തിട്ട് നാളെ നമുക്കതിൽ കുറ്റബോധം തോന്നി ഇയാൾ നമ്മളെ ചതിക്കുകയാണെന്ന് തോന്നിയിട്ട് നമ്മൾ അതിൽ പ്രതികരിച്ചിട്ട് കാര്യമില്ല. ആ സമയത്ത് അല്ലെങ്കിൽ നമ്മളെ അയാൾ ഉപയോഗിക്കുകയാണെന്ന് മനസ്സിലാക്കിയ സെക്കൻഡ് മുതൽ നമ്മൾ പ്രതികരിച്ച് തുടങ്ങണം. അവിടെയാണ് എന്താ പറയുക, നമ്മൾ ജെന്യൂൻ ആണെന്ന് മനസ്സിലാകുള്ളൂ. എന്തായാലും ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ പൂങ്കുഴലിക്ക് അടിപറ്റി, SITക്ക് അടിപറ്റി, കേരള പോലീസിന് അടിപറ്റി, ആഭ്യന്തരമന്ത്രിക്ക് അടിപറ്റി. രാഹുലിന്റെ വീട്ടിൽ പരിശോധനയൊക്കെ നടത്തി. പരിശോധനയിൽ ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചില്ല. രാഹുലിന്റെ ലാപ്ടോപ്പ്, മൊബൈൽ ഫോണുകൾ, മറ്റു കാര്യങ്ങളൊക്കെ പരിശോധിക്കാനാണ് SIT സംഘം രാഹുലിന്റെ വീട്ടിലെത്തിയത്. രാഹുലിന്റെ അമ്മയുടെ മുന്നിൽ വെച്ച് ഒരു മകൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. പക്ഷേ ഇതിൽ 2 ഭാഗവും കേൾക്കാതെയുള്ള ഇത്തരം വിധി എഴുത്തുകളാണ് അംഗീകരിക്കാൻ കഴിയാത്തത് എന്നുള്ളതാണ്. ഒരു ജനപ്രതിനിധിയാണ്, ഒരു രാഷ്ട്രീയക്കാരനാണ് എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അയാൾക്ക് അങ്ങോട്ട് അയാള് വരുമ്പോൾ തന്നെ ഈ പ്രണയത്തിൽ സെക്സ് അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ അല്പമെങ്കിലും ചിന്തിക്കാൻ വിവരമുള്ളവർക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ളവർക്ക് അറിയാം, ഈ പിന്നെ ഒരു ചെറുപ്പക്കാരൻ നമ്മളെ സമീപിക്കുമ്പോൾ നമ്മൾ ആദ്യം അയാൾക്ക് നമ്മളെ വിവാഹം കഴിക്കാൻ താല്പര്യമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീട്ടിലേക്ക് വരും, വീട്ടിൽ വന്ന് വീട്ടുകാരോട് സംസാരിക്കും, ഓക്കെയാണ്, വിവാഹം കഴിഞ്ഞതിന് ശേഷവും ഇത് ഉണ്ടാവാമല്ലോ എന്ന് പറയുന്ന പെൺകുട്ടികളുമുണ്ട്. അല്ല, വിവാഹത്തിന് മുൻപേ എനിക്ക് എൻ്റെ കുഞ്ഞ് നിന്റെ വയറ്റിൽ ജനിക്കണം എന്ന് പറയുമ്പോൾ 2 കൈയും നീട്ടി അതിനെ സ്വീകരിക്കുന്ന സ്ത്രീകളുമുണ്ട്. ഇതിൽ ഏതാണ് ശരിയെന്നുള്ളത് കോടതി തീരുമാനിക്കട്ടെ.